രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തിയ സംഘപരിവാർ നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലത്ത് പ്രകടനം നടത്തി. നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു. സംഘപരിവാറിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിൽ നടത്തിയ പരിപാടി DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മതേതരത്വവും ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിനായി നിരന്തരം പ്രതിജ്ഞാബദ്ധനായി നിലകൊള്ളുന്ന രാഹുൽ ഗാന്ധിയെ അപായപ്പെടുത്താനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമായാണ് അനാവശ്യ വിവാദങ്ങൾ ഉയർത്തിയ സംഘപരിവാർ നേതാക്കൾ അദ്ദേഹത്തെ വേട്ടയാടുന്നതെന്ന് DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രം നെഹ്റു കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. ലോകമുള്ള കാലത്തോളം ആർക്കും അത് മറക്കാൻ കഴിയില്ല. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവാണ്. 15 MPമാരുടെ പ്രതിനിധിയല്ല, കോൺഗ്രസിന്റെ 100 MPമാരുടെ പ്രതിനിധിയാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യ മുന്നണിയുടെ MPമാരുടെ പ്രതിനിധിയാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യൻ പാർലമെന്റിലെ ഗർജിക്കുന്ന സിംഹമാണ്. നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഇന്ത്യൻ ഭരണഘടനയെയും ലംഘിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഉറച്ച ശബ്ദത്തിൽ വർത്തമാനം പറയുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയുടെ നാവറുക്കണമെന്ന് പറയുവാൻ BJPയുടെ MPക്ക് ആരാണ് അവകാശം നൽകിയത്? ആ രാഹുൽ ഗാന്ധിയെ കൊല്ലണമെന്ന് പറയുവാൻ BJPക്ക് ആരാണ് അവകാശം നൽകിയത്? ഏറ്റവും ദുഃഖകരമായ കാര്യം, ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്ര മോശമായ പദപ്രയോഗങ്ങൾ നടത്തിയിട്ട് ഒരക്ഷരം ഉരിയാടാൻ ഈ നരാധമൻ എന്ന് നമ്മൾ വിളിക്കുന്ന നരേന്ദ്രമോദി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. BJP നേതാക്കളും സഖ്യകക്ഷി നേതാക്കളും നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ തള്ളിക്കളയാനോ അപലപിക്കാനോ നരേന്ദ്രമോദിയുടെ നിലപാട് അദ്ദേഹത്തിന്റെ ഫാസിസ്റ്റ് സമീപനത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണെന്നും രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ് രാഹുൽ ഗാന്ധി പടപൊരുതുന്നത്. ഇന്ത്യയുടെ മതേതരത്വത്തെ സംരക്ഷിക്കാനാണ് രാഹുൽ ഗാന്ധി പടപൊരുതുന്നത്. ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കാനാണ് രാഹുൽ ഗാന്ധി പടപൊരുതുന്നത്. ആ രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളുണ്ട്. ഇന്ത്യയിലെ കോടാനുകോടി മതേതര വിശ്വാസികളുണ്ട്, ജനാധിപത്യ വിശ്വാസികളുണ്ട്. ആ രാഹുൽ ഗാന്ധിക്കെതിരെ ശബ്ദിച്ചാൽ ആ ശബ്ദത്തിനെ ശബ്ദിക്കുവാൻ കോടാനുകോടി ജനങ്ങളുണ്ട്. അതിന്റെ പ്രതീകാത്മകമായ സമരമാണ് ഞങ്ങളെ വളരെ ഒരു ദിവസം കൊണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ വധിക്കണമെന്നും നാവറുക്കണമെന്നും സംഘപരിവാർ നേതാക്കൾ ആഹ്വാനം ചെയ്തിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും അത്ഭുതകരമായ മൗനം, ഇവരെ പിന്തുണയ്ക്കുന്ന സമീപനവും ഇന്ത്യൻ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഭീഷണിയാണെന്നും ഇത് അംഗീകരിക്കുവാൻ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ തയ്യാറല്ലെന്നും ഇന്ത്യയിലെ ജനകോടികൾ രാഹുൽ ഗാന്ധി എന്ന നേതാവിലർപ്പിച്ച വിശ്വാസം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധിയിലൂടെ തെളിഞ്ഞതാണെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തിയ സംഘപരിവാർ നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും അമിത്ഷായും മോദിയും ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നിലപാടിൽ നിന്നും പിന്തിരിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ചിന്നക്കടയിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും യോഗവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു DCC പ്രസിഡന്റ്. DCC വൈസ് പ്രസിഡന്റ് S. വിപിനചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ അഡ്വക്കേറ്റ് S. ബിന്ദു കൃഷ്ണ, സൂരജ് രവി, അൻസാർ അസീസ്, N. ഉണ്ണികൃഷ്ണൻ, ആദിക്കാട് മധു, കൃഷ്ണവേണി ശർമ്മ, ആനന്ദ് ബ്രഹ്മാനന്ദ്, D. ഗീതാകൃഷ്ണൻ, N. നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോലം കത്തിക്കലിനും പ്രതിഷേധ പ്രകടനത്തിനും ശാന്തിനി ശിവദേവൻ, കൃഷ്ണകുമാർ, മണികണ്ഠൻ, ഗോപാലകൃഷ്ണൻ, സാബ്ജാൻ, അസീം പുളിയല്ലൂർ, MS സിദ്ദിഖ്, ബൈജു ആലുമൂട്, അജിത് മയ്യനാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മോദിയുടെ കോലം കത്തിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.